വയറ് നിറയെ ചോറുണ്ണാൻ ഏറ്റവും സിമ്പിളായിട്ട് 2 നാടൻ ഒഴിച്ചു കറികളാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാമേ. ആദ്യത്തെ ഒഴിച്ചു കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി വേണം എടുക്കാൻ. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഈ 2 കറികൾക്കും കുറച്ച് വെള്ളം ഒഴിക്കണം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അത് അങ്ങ് വേകാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ, കുഞ്ഞ് തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകവും, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ പൊടി. ഇത് പിരിയാനൊന്നുമല്ല, സാധാരണ മുളക് പൊടിയാണ്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല വടുകനെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെച്ചേക്കണം. തക്കാളി പകുതി ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അരപ്പും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു അരപ്പ് ഈ ഒരു തക്കാളി കൂട്ടിക്കിടന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്ത് വരണം. അരപ്പും കൂടെ പച്ചമണം മാറണമല്ലോ. പിന്നെ നമ്മൾ മോര് കാച്ചുമ്പം ചെയ്യുന്നത് പോലെ തന്നെ തിളയ്ക്കാൻ പാടില്ല. നല്ല പത വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം സ്പീഡിലൊന്ന് കറക്കിയതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ലൂസാക്കണ്ട, കുറച്ചും കൂടെ കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ചോറിൽ ഒഴിക്കാനും കൂടെ പാകത്തിനാണ് ഇത്രയും ലൂസാക്കി എടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുശാലായിട്ട് ചോറ് കഴിക്കാം. അടുത്ത ഒരു സിമ്പിൾ ഒഴിച്ചുകറി എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാനുള്ള പാകത്തിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 ഇതുള്ള കറിവേപ്പിലയും കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെള്ളരിക്കയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് വരുവാണ്. അപ്പം പകുതി ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി വേണ്ട, എങ്കിൽ ഈ ഒരു കറിക്ക് വല്ലാത്തൊരു ചെവയായിപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 5-6 ചുവന്നുള്ളിയും, ഇച്ചിരി വലിയ ഉള്ളിയായിട്ട് മുറിച്ചിട്ടേക്കുവാണ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു അരമുറി തേങ്ങ ഉണ്ടല്ലോ, നേരത്തെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു തേങ്ങ, അതിൻ്റെ പകുതി ഭാഗം തേങ്ങയും കൂടി നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം, നല്ല വടുകനെ. ഈ ഒരു കറിക്ക് ജീരകം വേണ്ട. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറിക്കാണെങ്കിൽ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് നേരത്തെ തക്കാളി കറി വെച്ചപ്പം ലൂസായിട്ട് വെച്ചതുപോലെയല്ല, ഇത് ഒരു ഇച്ചിരി കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്. ലാസ്റ്റ് മിക്സിയുടെ ജാറ് കഴുകിയ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലേക്കണം സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിലോളം ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകും, ഒരു 1/2 ടീസ്പൂണോളം കടുകും, ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ ഒരു കറിയിലേക്ക് താളിച്ചൊഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ 2 കറികളെന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതോ മുട്ട ഓംലെറ്റോ എന്തെങ്കിലും മതി, ഒരു അച്ചാറും കൂടെയൊക്കെ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.